ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2106. ഇന്ന് ഒക്ടോബർ മാസം 6-ാം തീയതി 279-ാമത്തെ ദിവസത്തിലെത്തി. അല്ലേലും അങ്ങനെയാണ്. സമൃദ്ധിയൊന്നും നമുക്ക് ദൈവം തരില്ല. അധിക വിഭവങ്ങൾ നമ്മളെപ്പോലെയുള്ള പാവങ്ങളെ ഏൽപ്പിക്കത്തുമില്ല. മിക്കവാറും ഭക്തരുടെയൊക്കെ ഒരു വിലാപം ഇങ്ങനെയൊക്കെയാണ്. മന്ന പൊഴിയുമ്പോഴും ദൈവം അവിടെ കർശന നിയമം, വ്യവസ്ഥ വെക്കും. അന്നന്നത്തേനുള്ളത് പെറുക്കിയെടുക്കാവുള്ളൂ. പിന്നീട് ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിലും അന്നന്നത്തേന് വേണ്ട അപ്പം ആവശ്യപ്പെടാനാണ് നമ്മളെ പരിശീലിപ്പിച്ചത്. എന്താണ് ഇവരെല്ലാവും കൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ഐശ്വര്യപ്പെടുത്താനായിട്ട് ശ്രമിക്കാത്തത്? അതിന്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ആവശ്യത്തിന് മാത്രം ലഭിക്കുന്നതും ആവശ്യത്തിലധികം ലഭിക്കുന്നതും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. അത് അളവിൽ മാത്രമല്ല വ്യത്യാസം, ഉപയോഗ രീതിയിലും മനോഭാവത്തിലുമൊക്കെ ആ വ്യത്യാസം തെളിഞ്ഞു വരും. ആവശ്യത്തിന് മാത്രം ലഭിക്കുന്നവയോടുള്ള എൻ്റെ നിങ്ങളുടെയും സമീപനവും മനോഭാവവും ആ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന രീതിയുമൊക്കെ ഒരു തരത്തിലായിരിക്കും. ആവശ്യത്തിലധികം ലഭിക്കുന്ന ചില വിഭവങ്ങളോടുള്ള നമ്മളുടെ അടുപ്പവും താല്പര്യവും ഇടപെടലും മനോഭാവവും ആവട്ടെ, അത് വേറൊരു വിധത്തിലുമാണ്. വെറുതെയല്ല ദൈവം പലതും നമുക്ക് സമൃദ്ധിയായിട്ട് കരുതാത്തതും തരാത്തതുമൊക്കെ. ആനന്ദിന്റെ വളരെ മികച്ച ഒരു നോവലാണ് ആൾക്കൂട്ടം. ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പ്, ഭൂമി ജീവിതം വിട്ടുപോകുന്നതിന് മുമ്പ് നമ്മളും കുറച്ചൊക്കെ നല്ല പുസ്തകങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ്. അതിലൊന്ന് ആൾക്കൂട്ടമാണ്. അതിനകത്തൊരു കഥ പറയുന്നുണ്ട്. കഴുത വിശന്നു വലഞ്ഞ് നടക്കുന്നതിനിടയിൽ 2 വൈക്കോൽ കൂനകൾ ശ്രദ്ധയിൽപ്പെട്ടു. സന്തോഷത്തോടെ അടുത്തെത്തി. ഏത് കൂനയിൽ നിന്ന് വേണമെങ്കിലും തിന്നാം. പക്ഷേ ഒരു സംശയമായി, ഏതിനായിരിക്കും കൂടുതൽ രുചി? ഏതായിരിക്കും കർഷകൻ വന്ന് ആദ്യം എടുത്തുകൊണ്ട് പോകുക? 2 കൂനയും തിന്നു തീർക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെ ചിന്തകൾ കഴുതയെ വല്ലാതെ അലട്ടി. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ കഴുത ഒടുവിൽ പട്ടിണി കിടന്ന് ചത്തു. ഒരു വല്ലാത്ത ഫലിതമുണ്ട് ഇതിനകത്ത്. നമ്മൾക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുർഗതിയും ഇത് തന്നെയാണ്. അതെ, പലതും ആവശ്യത്തിന് മാത്രം മതി. ആവശ്യത്തിനെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അന്നന്നത്തേനുള്ള അപ്പത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.